ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലയുടെ ആദ്യ ടാസ്ക് ഇന്ന് നടന്നിരിക്കുകയാണ്. ബിഗ് ബോസ് ഇന്ന് രണ്ട് തെണ്ടിത്തരം ഇതിന്റെ ഇടയിൽ കാണിച്ചിട്ടുണ്ട്. ഒന്ന്, ടിക്കറ്റ് ടു ഫിനാലയുടെ ടാസ്കിൽ ആര്യനെ തെണ്ടിത്തരം കാണിച്ചുകൊണ്ട് വിജയിപ്പിച്ചു, സാബുമോനെ പൊട്ടനാക്കി എന്ന് പറയാം. അതുകൂടാതെ അനുമോള് പറഞ്ഞ സത്യങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റി കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് എയർ ചെയ്തത്. സോ ഈ രണ്ട് തെണ്ടിത്തരങ്ങളാണ് ബിഗ് ബോസ് കാണിച്ചത്. ഇങ്ങനെ പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല. ബിഗ് ബോസ് ഇസ് ആബ്സല്യൂട്ട്ലി അൺഫെയർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് പറയാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്താ സംഭവിച്ചത്? ടിക്കറ്റ് ടു ഫിനാലെ, ടിക്കറ്റ് ടു ഫിനാലെ എൻഡുറൻസ് ടാസ്ക് ആയിരുന്നു. വളരെ സഹന ശക്തി തെളിയിക്കുന്ന ഒരു ടാസ്ക് തന്നെയായിരുന്നു, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. കാരണം ഇതിനകത്ത് മുകളിലേക്ക് നിന്ന് ഇങ്ങനെ ഇത് പിടിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൾട്ട്. ഒരു രക്ഷയില്ലാത്ത ടാസ്ക് ആണ്. ആദ്യം തന്നെ ഷാനവാസ് പുറത്താക്കുന്നു, തൊട്ടടുത്ത് നെവിൻ, അതിനുശേഷം അനീഷ്, അതിനുശേഷം അക്ബർ, അതിനുശേഷം ആദില. ഈ 5 പേര് പെട്ടെന്ന് തന്നെയാണ് പുറത്താകുന്നത്. അതിന് തൊട്ടപ്പുറത്തേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അനുമോൾ ഏകദേശം 2.5 മണിക്കൂറോളമാണ് അനുമോൾ അവിടെ അതും പിടിച്ചുകൊണ്ട് നിന്നത്. അത് സമ്മതിക്കാതിരിക്കാൻ വയ്യ. അതിനപ്പുറത്തേക്ക് എത്തുമ്പോൾ നൂറ എൻ്റെ അമ്മയെ ഹാർട്ട്സ് ഓഫ് ടു ഹർ. കാരണം 4 മണിക്കൂറിന് മകളിൽ നൂറ നിന്നു. ലൈക്ക് അയൺ ലേഡി എന്നൊക്കെ പറയില്ല, ആ മാതിരി പെർഫോമൻസ് ആയിരുന്നു നൂറയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പെൺകുട്ടികളുടെ പെൺപുലി എന്നൊക്കെ പറയാലോ, ആ രീതിയിൽ. ബിക്കോസ് നൂറ കോമ്പറ്റീറ്റ് ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം. സാബുമാനും അതോടൊപ്പം തന്നെ ആര്യനുമാണ്. സാബുമാന്റെ ഫിസിക് എത്രത്തോളമാണെന്ന് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ആര്യൻ ഒരു സ്പോർട്സ്മാൻ ആണെന്ന് അറിയാം. സോ ഇവരോട് വേണം നമ്മുടെ നൂറയ്ക്ക് കോമ്പറ്റീറ്റ് ചെയ്യാം. സോ നൂറയ്ക്ക് അറിയാം നന്നായിട്ട് ഇവരോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന്. ബട്ട് ഷീ ട്രൈഡ് ഹെർ ലെവൽ ബെസ്റ്റ് എന്നൊക്കെ പറയുന്നില്ല, അതും എക്സ്ട്രീം ലെവൽ ബെസ്റ്റ് എന്ന് പറയാം. സോ ഹാർട്സ് ഓഫ് ടു നൂറ. അത് കഴിഞ്ഞിട്ടാണ് ദ റിയൽ ഫൈറ്റ് ഹാസ് ബീൻ സ്റ്റാർട്ടിങ്. ഏകദേശം 3:30-4 മണി വെളുപ്പിനെ അത്ര മണിക്കൂറോളം, എത്ര മണിക്കൂറാണ്, അൺകൗണ്ടബിൾ മണിക്കൂറോളാണ് സാബുമാനും ആര്യനും നിന്നത്. ഇതിനിടയിൽ തന്നെ ആദ്യം മഴ പെയ്ത സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും മൈക്ക് റിമൂവ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇത് അനു അവിടുന്ന് ഓരോരുത്തരായിട്ട് ഇടുന്നു. അപ്പം ഓരോരുത്തരായിട്ട് ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, അടുത്തെത്തുമ്പോഴല്ലേ സ്വാഭാവികമായിട്ടും കൈ എടുക്കേണ്ടത്. ഇത് ആര്യൻ നേരത്തെ കൈ എടുക്കുന്നു. ഇത് നോട്ട് ചെയ്ത ഉടനെ ആര്യൻ കയറി കൈ പിടിക്കുകയും ചെയ്തു. ഇത് അനു വിളിച്ചു പറയുന്നു, നൂറ വിളിച്ചു പറയുന്നു, അതോടൊപ്പം തന്നെ സാബുമാനും വിളിച്ചു പറയുന്നു. പക്ഷെ ബിഗ് ബോസ് മൈൻഡ് ചെയ്തതില്ല. കാരണം അറിയാലോ, അക്ബർ, നെവിൻ, ആര്യൻ ഇവരോടുള്ള ക്ലിയർ ആയിട്ടുള്ള ഫേവറിസം ഇന്നും ഓരോ ദിവസവും ഇങ്ങനെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ക്ലിയർ ആൻഡ് ക്രിസ്പ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് 3:30-4 മണിയായപ്പോഴത്തേക്ക് ജസ്റ്റ് സാബുമാന്റെ കയ്യിൽ നിന്ന് എടുത്തപ്പോൾ ഉടനെ ബിഗ് ബോസ് ടാസ്ക് ക്യാൻസൽ ചെയ്ത് ആര്യൻ ജയിച്ചതായിട്ട് അനൗൺസ് ചെയ്യുന്നു. വളരെ അൺഫെയർ എന്ന് പറയുന്ന എക്സ്ട്രീം ലെവൽ ഓഫ് അൺഫെയർ ആയിപ്പോയി ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോള് അക്ബറിനെ പറ്റി പറഞ്ഞ കാര്യം. അതായത് അക്ബറിന് ബിഗ് ബോസ് ടീമിൽ നല്ല ഹോൾഡ് ഉണ്ട്. ബിഗ് ബോസ് ടീമിന്റെ അണിയറ പ്രവർത്തിയിൽ പ്രവർത്തിക്കുന്ന ഒരാള് അക്ബറുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധമുണ്ട് എന്ന് അക്ബർ തന്നെ അനുമോളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൗസിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എൻറ്റയർ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ലാസ്റ്റ് 1 വീക്കായിട്ട് നടക്കുന്ന ഒരു ഡിസ്കഷനിൽ നടക്കുന്ന ഒരു മാറ്ററും കൂടെയാണ്. ഈ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് കൂടിയാണ് അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നത്. ആ ഭാഗം ബിഗ് ബോസ് നല്ല അതിമനോഹരമായി കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ബാക്കി ഏഷ്യനെറ്റിൽ എയർ ചെയ്തത്, ബിഗ് ബോസിന്റെ ടെലികാസ്റ്റ് വന്നപ്പോൾ എയർ ചെയ്തത്. അതിനും ബിഗ് ബോസിന്റെ നല്ല തെണ്ടിത്തരം കാണിച്ചിരുന്ന ഭാഗം. എന്തായാലും ഈ തരത്തിലുള്ള പരിപാടികളാണ് ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയൊക്കെ ഇവരെ ബാക്കിയുള്ളവരെയൊക്കെ ബിഗ് ബോസ് തളർത്തിക്കൊണ്ടിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ടിക്കറ്റ് ഫിനാലയുടെ അടുത്ത നാളെ മിക്കവാറും 2 ടാസ്ക് ആയിരിക്കും നടക്കാൻ പോകുന്നത്. എന്താണെന്ന് നോക്കാം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഡെഫിനറ്റ്ലി കാണാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.